നിങ്ങൾ വീട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെ, ഇതിനകം നിങ്ങൾ വീട് വെച്ചവരായിരിക്കും, നാളെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഒക്കെ വീട് വെക്കാൻ പോകുന്നവരായിരിക്കും. ദയവായിട്ട് വീട് വെക്കാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പഞ്ചലോഹത്തിന്റെ മേലല്ല നിങ്ങളുടെ വീട് പണിയേണ്ടത്. എന്തിന്റെ മേലല്ല? പാരോ പറഞ്ഞു എല്ലാവരും വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ വെക്കുന്നേ? എല്ലാവരും വെക്കുന്നുണ്ട്, അതുകൊണ്ട് പഞ്ചലോഹം വെച്ചു. പിന്നെ ആശാരി പറഞ്ഞു പഞ്ചലോഹം വെക്കണമെന്ന്. അതുകൊണ്ട് കാശൊക്കെ ഉണ്ടാക്കി ഒരു പഞ്ചലോഹത്തിന്റെ കുരിശൊക്കെ, അല്ലെ, കുരിശയില് പഞ്ചലോഹം തേച്ചുകൊണ്ടാ വരുന്നത്. കുരിശിനല്ല അവിടെ ശക്തി, പഞ്ചലോഹത്തിനാണ്. അവർ കാരണം എന്താ? കുരിശിന്റെ മേലെ പഞ്ചലോഹം തേച്ചിട്ടാ വരുന്നത്. പിന്നെ പേരും നാളും ഓർന്ന് പറയാൻ പറ്റിയല്ല, ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും അറിയുന്നവരൊക്കെ ആയിരിക്കും. എൻ്റെ അടുത്ത് നമ്മൾ അറിയുന്നതായതുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ ഇങ്ങനെ കട്ടിള വെക്കാൻ പോവാ, അപ്പൊ അച്ഛൻ വരണം. സോറി, കല്ല് വെക്കാൻ പോവാ, മറ്റേ ഇതില്ലേ കല്ല് വെക്കുന്ന സമയം, ആദ്യത്തെ കല്ലിടുന്ന സമയം, അച്ഛൻ വരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാം, കുഴപ്പമൊന്നുമില്ല, എപ്പോഴാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 10-നും 10:30-ക്കുമാണ് നല്ല സമയം എന്ന് പറഞ്ഞു. 10-നും 10:30-ക്കാണ് നല്ല സമയം, അപ്പൊ വരാൻ പറഞ്ഞു. 10:30-ക്ക് നമുക്കൊരു 10-നും 10 മണിയൊക്കെ ആകുമ്പോൾ അച്ഛനും കൊണ്ട് പോരെ. 10-നും 10:30-ക്കാണ് മുഹൂർത്തം, അതുകൊണ്ട് നല്ല സമയം, അതാണ് അപ്പം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ധാരാ പറഞ്ഞേ? അല്ല, ആശാരി പറഞ്ഞു അത് ആ സമയത്താണ് നല്ല സമയം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വരണമെന്നുണ്ടെങ്കിൽ 10-നും 10:30-ക്ക് ഒഴിച്ച് ബാക്കി ഏത് സമയത്തും ഞാൻ വരും. ഞാൻ വരാം, എനിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ആ സമയത്ത് എനിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 10 മണി കഴിയുമ്പോൾ എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഒരു 8-നും 8:30-ക്കോ 9-നോ 9:30-ക്കോ 10-നോ ഒക്കെ ആക്കിക്കോ. 10:30 മുതൽ ഞാൻ അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ 10-നും 10:30-ക്ക് ഇടയ്ക്ക് ഞാൻ വരിക. ഞാൻ ചോദിച്ചു, വികാരിച്ച് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. വികാരിച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ വേറെ അച്ഛന്മാരുണ്ടെങ്കിൽ ചെയ്തോളാം പറഞ്ഞെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചാണ്. ഞാൻ പറഞ്ഞൊന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിളിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വരുന്നതിനൊന്നും കുഴപ്പമില്ല, കല്ലൊക്കെ ഇട്ട് തരാം. പക്ഷേ ഞാൻ 10-നും 10:30-ക്ക് ഇടയ്ക്ക് വരികയില്ല. വേണമെങ്കിൽ 10:30-ക്കും 11-നും വരാം, വേണമെങ്കിൽ 9:30-ക്കും 10-നും ഇടയ്ക്ക് വരാം. കാരണം ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, നമുക്ക് എല്ലാ സമയവും നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എല്ലാ സമയവും നല്ലതാണ്. അവന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ വേളകളും നല്ലതാണ്. ഇത് അതുകൊണ്ടല്ലേ പത്രോസ് പറഞ്ഞ നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. പെട്ടെന്ന് സുബോധം ഉണ്ടായി, ഇവിടെ ആയിരിക്കും നല്ലതാണ്, നല്ല സുഖമാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവിടെ ആയിരിക്കും നല്ലതാണ്. മലമുകളിൽ ആ താബോറിന്റെ മകൾ പോകുമ്പോൾ അറിയാം എന്തോരം കഷ്ടപ്പെട്ടതിന് മണ്ടേ കയറണമെന്ന് അറിയാവും. വെള്ളവും കിട്ടുകയില്ല, ഭക്ഷണവും കിട്ടുകയില്ല. കുറച്ച് ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പട്ടിണി കൊണ്ട് ചിലപ്പോൾ ചത്തുപോകും. പിന്നെ മയിലുകൾ താഴേക്ക് ഇറങ്ങണം മല കിട്ടണമെങ്കിൽ. അവിടെയാണ് പത്രോസ് പറയുന്നത് നമ്മൾ ഇവിടെ ആയിരിക്കും നല്ലതാണെന്ന്. അതങ്ങനെ അവിടെ ആയിരിക്കും നല്ലതായത്? അവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റി. കണ്ടോ? അപ്പൊ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളും നമുക്ക് നല്ലതാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയം നല്ലത്, ഇന്ന സമയം ചീത്ത എന്നുള്ളതില്ല. എല്ലാ സമയവും നമുക്ക് നല്ലതാണ്. ഹല്ലേലൂയ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ഞാൻ പറഞ്ഞു, ഇന്ന സമയത്താണെങ്കിൽ ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ വരികയല്ലെന്ന് കട്ടായം പറഞ്ഞു. പക്ഷെ അത് അച്ഛൻ അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അതല്ല ഞങ്ങളുടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. അത് പറഞ്ഞ് അങ്ങനെ പിന്നെ ഒരു 9 മണിക്ക് ആക്കി. ഇനിയിപ്പോൾ എല്ലാവരോടും പറഞ്ഞത് 10 മണിന്നാണ്, അപ്പോൾ മാറ്റി പറയാൻ ഇച്ചിരി സമയം വേണം. ഞാൻ പറയും കുഴപ്പമില്ല, 9 മണിക്ക് ആക്കി, കുഴപ്പമില്ല. അങ്ങനെ 9 മണിക്ക് 9 മണിക്ക് ചെന്നപ്പോഴാണ് വെഞ്ചരിക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാനിവിടുന്ന് കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ നിന്ന് കുറച്ച് വചനമൊക്കെ തപ്പിയെടുത്ത് ഞാൻ കുറച്ച് വചനമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ഇതിൻ്റെ കൂടെ ഇതിനടി വെക്കാനായിട്ട് ദാണ്ടെ അപ്പോഴാണ് ഈ പറയുന്ന പഞ്ചലോഹമായിട്ട് വരുന്നത്. ഒരു വേദന തീരുമ്പോൾ ഇതാ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോഴാണ് പുള്ളി പഞ്ചലോഹമായിട്ട് വരുന്നത്. ഞാൻ ചെയ്ത് എന്തിനാ അത്? ഇതുകൂടി വെക്കാം, അനുഗ്രഹം. എന്നാ പറഞ്ഞു, എന്നാ പിടിച്ചോ, ഞാനാണ് വെഞ്ചരിക്കുന്നതെങ്കിൽ ഇത് വെക്കുകയല്ല. ഞാൻ പറഞ്ഞു, ഞാനാണ് വെഞ്ചരിക്കുന്ന ഈ സാധനം വെക്കുകയല്ല. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് പഞ്ചലോഹത്താൽ അനുഗ്രഹം തരുന്നവനല്ല. പഞ്ചലോഹത്താലല്ല അനുഗ്രഹിക്കപ്പെടുന്നത്. ഒരു ദൈവ പൈതൽ, ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധത്താലാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ഒരു ദൈവ പൈതൽ ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നത് അവന് ദൈവത്തോടുള്ള ബന്ധത്താലാണ്. അല്ലാതെ പഞ്ചലോഹം ഉള്ളത് കൊണ്ടോ
അല്ലെങ്കിൽ മണ്ണിൽ കൊണ്ട് വേറെന്തെങ്കിലും കുഴിച്ചിട്ടത് കൊണ്ടോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു വിചാരിച്ചത് അത് വെറും തെറ്റിദ്ധാരണയാണ്, മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞു 5 ലോകം എടുത്ത് മാറ്റിയിട്ട് തിരിച്ചു കൊടുത്ത് കാശ് കിട്ടുമെങ്കിൽ കൊടുത്ത കാശ് കിട്ടുമെങ്കിൽ തിരിച്ചു മേടിച്ചോളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ വലിച്ചത് നന്നാക്കാൻ പറഞ്ഞു. 5 ലോകം ഉണ്ടാക്കിയിട്ട് കുരിശേല് 5 ലോകം ഇട്ടേക്കണം. അവന് കുരിശിനേക്കാളും വലുതാണ് പഞ്ചലോഹം. അതുകൊണ്ടാണല്ലോ കുരിശിന്റെ 5 സ്ഥലങ്ങളിൽ ഈ പഞ്ചലോഹം എങ്ങനെയൊക്കെയോ തേച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് വെക്കണമെന്ന് പറഞ്ഞു, കല്ലിടുമ്പോ ഇത് അതിനുള്ളിൽ വെക്കണമെന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വെച്ചിട്ട് ഏതായാലും വെഞ്ചിരിക്കുകയല്ല. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ മേലും കർത്താവ് ആകുന്ന മൂലക്കല്ലിന്റെ മേലുമാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത്. ക്രിസ്തുവാകുന്ന പാറമേലാണ് നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത്. ആ വിശ്വാസത്തിന്റെ മേലാണ് പണിയപ്പെടേണ്ടത്. അല്ലാതെ മന്ത്രവാദവും ആഭിചാരക്രിയകളും ഈ പറയുന്ന നാളും നോക്കി കാലും നോക്കി കയ്യും നോക്കി ഒക്കെയാണ് ചില അനുഗ്രഹം ഇരിക്കുന്നത് വിചാരിച്ചിരിക്കുന്നത്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടോ? നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയാണ്. സ്വരമർത്തി പറയാവോ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോയതിന് കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു മനസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തിച്ച. കാരണം അവർ വീട് വെച്ചപ്പോ ഇങ്ങനെ ചെയ്തു, അവര് പറഞ്ഞു ഇത് വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ വീട് വെച്ചപ്പോ ഇത് വെച്ചില്ല, ഇനി അത് വെച്ചില്ല എന്തേലും ആ പ്രാർത്ഥനക്കാരൻ പറഞ്ഞതല്ലേ, ആ കൗൺസിലർ പറഞ്ഞതല്ലേ, ആ അച്ഛനല്ലേ പറഞ്ഞേ, അച്ഛനല്ല കന്യാസ്ത്രീ പറഞ്ഞാലും കേട്ടോ. ദൈവവചനത്തിന് വിപരീതമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയെന്ന് വിജിലച്ചൻ നിങ്ങളുടെ ശുശ്രൂഷയുടെ സമയത്തോ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇതിൽ കൂടി കേട്ട് ഇതിൽ കൂടി അങ്ങോട്ട് കളഞ്ഞിട്ടേ പോകാവൂ. സ്വീകരിക്കരുത്. ദൈവവചനത്തിന് ചേരാത്തതൊന്നും പരിശുദ്ധാത്മാവ് ആരിലൂടെയും വെളിപ്പെടുത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വെളിപ്പെടുത്തപ്പെട്ടവയൊന്നും പരിശുദ്ധാത്മാവിനാലല്ല, പരിശുദ്ധാത്മാവല്ല. അതിന്റെ പിന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു പ്രാർത്ഥനക്കാരൻ വീട്ടിൽ വരികയോ ശുശ്രൂഷകൻ വീട്ടിൽ വരികയോ നമ്മളൊരു കൗൺസിലിംഗ് ശുശ്രൂഷകളിൽ പോവുകയോ ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥന ശുശ്രൂഷക്ക് പോയിട്ട് നമ്മൾ ശുശ്രൂഷ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിൽ പ്രശ്നങ്ങൾ കൂടുകയോ അസ്വസ്ഥത കൂടുകയോ പേടി അല്ലെ. ചില ധ്യാനങ്ങൾക്ക് എനിക്കറിയാം, ചില ധ്യാനങ്ങൾക്ക് പോകുന്ന കാര്യം പറയും, ഞാൻ പറയും പോകണ്ടെന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലരോട് പോകണ്ടെന്ന്. കാരണം എന്താ? അവിടെ ശാപവും പേടിയും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശാപം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് നമ്മൾ. പിന്നെ നമ്മൾ ഈ ശാപത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? യേശുക്രിസ്തു അവന്റെ അവസാനത്തുള്ള രക്തവും എനിക്ക് നിനക്കും വേണ്ടി ചിന്തി നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാക്കി മാറ്റിയതാണ്. അവന്റെ സ്വന്തമാക്കി അതിനെ അനുഗ്രഹിക്കപ്പെട്ട ജനതയാക്കി ദൈവം നമ്മളെ മാറ്റിയതാണ്. പിന്നെ എല്ലാ ശാപമാണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നമ്മൾ എന്തിനാ പോകുന്നത്? ഇത് കഴിയുമ്പോ വലിയ പേടിയാ. പിന്നെ ധ്യാനം കഴിഞ്ഞ് വന്നാ വല്ലാത്ത പേടിയാ. പിന്നെ 5 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ പേടിയാ, മനസ്സ് നിറച്ചും പേടിയാ. ഇതിനെതിരെ ധ്യാനം കൂടാൻ പോയ കർത്താവിന്റെ വചനം സുഖപ്പെടുത്തുന്നതാണ്, ദൈവത്തിന്റെ വചനം വിശുദ്ധീകരിക്കുന്നതാണ്, വചനം അഭിഷേകം ചെയ്യുന്നതാണ്, വചനം നമ്മളെ ആത്മരക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതാണ്. കണ്ടോ? ഇതിന് വിപരീതമായിട്ട് വരുന്നതൊന്നും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് മക്കളെ നമ്മൾ അറിയണം. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിനോട് ദൈവം സംസാരിച്ചതുപോലെ സ്വപ്നങ്ങളിലൂടെയോ മറ്റാരിലൂടെയെങ്കിലോ വചനത്തിലൂടെയോ കൂദാശകളിലൂടെയോ ഒക്കെ ദൈവം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതല്ലാത്ത പക്ഷം ആ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പിശാചും നമ്മളോട് അതിശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. പിശാചിന്റെ സ്വരം കേൾക്കുന്നവൻ ഒരിക്കലും ആ ദുരനുഭവത്തിന്റെ ആ മുറിവിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഒരിക്കലും പുറത്തു വരികയില്ല. എന്നാൽ ആ വിഷയത്തെ തന്നെ, ആ അനുഭവത്തെ തന്നെ ആത്മാവിന്റെ സ്വരം കേട്ട്, ദൈവത്തിന്റെ സ്വരം കേട്ട്, ദൈവം എന്താണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതെന്ന് ആത്മാവിൽ ഒരു ദൈവ പൈതൽ നിരന്തരം ആലോചന വിഷയമാക്കി മാറ്റി അതിലൂടെ പിശാചിന്റെ സ്വരത്തെ ഹനിച്ചുകൊണ്ട് ദൈവസ്വരത്തെ കേൾക്കാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ പ്രശ്നത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഒരു ദൈവ പൈതൽ നിശ്ചയമായിട്ടും പുറത്തു വരിക തന്നെ ചെയ്യും.
ഹല്ലേലൂയ, പുറത്തു വരും. ഈശോ പോലും കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടവനാണ്. ലോകം 3 ദിവസക്കാലം ജീവിക്കുന്നവനായ കർത്താവിനെ കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ട് 3-ാം ദിവസം അവൻ പറഞ്ഞതുപോലെ കല്ലറകളെ ഭേദിച്ച് ലോകത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ കർത്താവെങ്കിൽ, മക്കളെ, 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ നമ്മുടെ ജീവിതങ്ങൾ പല ജീവിത അനുഭവങ്ങളുടെ നടുവിൽ അകപ്പെട്ടു പോയാലും 3-ാം ദിവസം ഞാനും നിങ്ങളും പുറത്തു വരുമെന്ന് ഹൃദയത്തിൽ കർത്താവിനോട് ചേർന്ന് ഉറച്ചു വിശ്വസിക്കണം. പുറത്തു വരാതിരിക്കില്ല, പുറത്തു വരിക തന്നെ ചെയ്യും. അത് നമ്മൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ, ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കുടുംബത്തിന്റെ വിഷയങ്ങളുണ്ടാകാം, മക്കളുടെ വിഷയങ്ങളുണ്ടാകാം, ജീവിത പങ്കാളിയുടേതാകാം, ബിസിനസ് ആകാം, ജോലിയാകാം, വിവാഹത്തിൻ്റെതാകാം, മക്കളില്ലാത്തതാകാം, സാമ്പത്തിക ബാധ്യതയാകാം, തടസ്സം എന്തുവാകട്ടെ, ഇത് നമ്മളെ വല്ലാതെ കണ്ട് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും. ഈ അസ്വസ്ഥതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവസ്വരം ഇതാണ്, മോളെ, ഈ അസ്വസ്ഥതയുടെ നടുവിലും ഈ കൊടുങ്കാറ്റിന്റെ നടുവിലും നീ കർത്താവിന്റെ ചിറകിൽ തന്നെ അഭയം തേടുക. ഈ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം അവന്റെ ചിറകിന്റെ കീഴിൽ നീ അഭയം പ്രാപിക്കുക. ഇതാണ് ദൈവസ്വരം. ഇത് കടന്നു പോകും, ഇതും കടന്നു പോകേണ്ടതാണ്. അപ്പോ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. നമ്മുടെ മാനുഷികമായ ബലം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ മാനുഷികമായ കരുത്ത് കൊണ്ട് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ, ചിറകിന്റെ കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുക. എന്തിനാ? ഈ അനുഭവം അതിജീവിക്കാൻ, ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ, ഈ സങ്കടത്തെ അതിജീവിക്കാൻ, ഈ വേദനയെ അതിജീവിക്കാൻ, ഈ നിരാശജനകമായ ജീവിതാനുഭവത്തെ അതിജീവിക്കാൻ, ഈ വേർപാടിന്റെ ദുഃഖത്തിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിന്റെ ചിറകിന്റെ കീഴിൽ തന്നെ നിൽക്കുക. നിശ്ചയമായും കർത്താവ് ആ പ്രശ്നം, ആ പ്രതിസന്ധി സമ്മാനിച്ച ദുഃഖമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, നിരാശയുണ്ടല്ലോ, അതിൽ നിന്നും നിന്നെ നിശ്ചയമായിട്ടും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ മാറ്റണമെന്നും നിർബന്ധമൊന്നുമില്ല. പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരണമെന്ന് നിർബന്ധം. ആ പ്രശ്നം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. 10 വർഷം കഴിഞ്ഞ ആ പ്രശ്നം ഉണ്ടാവും, 15 വർഷം കഴിഞ്ഞ ആ പ്രശ്നം. പക്ഷേ ആ പ്രശ്നം, ആ പ്രതിസന്ധി നിന്റെ മനസ്സിന്റെ മേല് ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥതയും ഭാരവും ഉണ്ടല്ലോ, ഒരു ആന്തരിക സംഘർഷം ഉണ്ടല്ലോ, വിശ്വാസം ക്ഷയിപ്പിക്കുന്ന ഒരു ജീവിതത്തിന്റെ അനുഭവം ഉണ്ടല്ലോ, പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞ ജീവിതത്തിന്റെ സാഹചര്യം ഉണ്ടല്ലോ, നിന്നെ അവന്റെ ഭയത്തിലേക്കും ആശങ്കകളിലേക്കും തള്ളിയിട്ട അതിൽ നിന്നും നിന്റെ മനസ്സിനെ വരിഞ്ഞു മുറുക്കിയ അനുഭവത്തിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസ്വരം കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും, ഉറപ്പാണ്. അപ്പോഴും ചിലപ്പോൾ നിനക്ക് കടബാധ്യത ഉണ്ടാകും, പക്ഷേ നിന്റെ വൈകാരികതകൾ ഇപ്പോൾ അസ്വസ്ഥപ്പെടുന്നില്ല. അവിടെ പിശാചിന് അധികാരം കൊടുക്കുന്നില്ല. ഇപ്പോഴും നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ, നിന്റെ ജോലി ഇല്ലാത്ത അവസ്ഥകളോ, വിവാഹം നടക്കാത്ത അവസ്ഥകളൊക്കെ ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ ഇപ്പോ നീ കർത്താവിന്റെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെ കീഴിലാണ്. എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യും, എൻ്റെ ദൈവം എനിക്ക് വേണ്ടത് ചെയ്യും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും, എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊള്ളും, എൻ്റെ കർത്താവ് എന്നെ മുന്നോട്ട് നയിച്ചോളും.